ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഓൾറെഡി ലെവൽ 1 എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലെവൽ 2 പോവാം. ലെവൽ 2 നിന്ന് ലെവൽ 3 അപ്ഗ്രേഡ് ആവാൻ 200 കർമ്മ പോയിൻറ്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ലെവൽ 2. ലെവൽ 2 എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു 9 ടാസ്ക്സ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 200 കർമ്മ പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ 4th ടാസ്ക്, അതായത് 30 ഡേയ്സ് ഓഫ് കോഡിങ് ചലഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം ഡേ 0 ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഡേ 0 ഡേ 0 പ്രോഗ്രാം ആസ് യു ക്യാൻ സീ ഹിയർ ഡേ 0 ടു ഡേ 29 വരെ 30 ഡേയ്സ് ഓഫ് കോഡിങ് ചലഞ്ചാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ 0 എന്താണെന്നുള്ളത് നോക്കാം. സോ ഡേ 0 ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഹലോ വേൾഡ് എന്നൊരു പ്രോഗ്രാമാണ്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിനകത്തൊരു റഫായിട്ട്, അത് ബൈ ഡിഫോൾട്ടായിട്ടൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് റിമൂവ് ദാറ്റ്. ആൻഡ് ബൈ ഡിഫോൾട്ട് അതിൽ കിടക്കുന്നത് സി ലാംഗ്വേജിൻ്റെ ഇതാണ് കിടക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലോട്ട് മാറ്റാം. ഞാനിവിടെ സി തന്നെ ചൂസ് ചെയ്യുന്നു. ആൻഡ് ഫോർ യുവർ റെഫറൻസ് ഞാനിപ്പോൾ ഇവിടെ ഒരു റഫ് കോഡ് പേസ്റ്റ് ചെയ്യാം. ഇതിന് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒബ്ജക്റ്റീവ്, ടാസ്ക്സ് അങ്ങനെയൊക്കെ കാണാം. നിങ്ങൾക്കത് വൃത്തിക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോഡ് ചെയ്താൽ മതി. ആഫ്റ്റർ യു ടൈപ്പ് യുവർ കോഡ്, റൺ കോഡ് കൊടുക്കുക. റൺ കോഡ് കൊടുക്കുമ്പോഴത്തേനും പ്രോസസ്സിങ് കാണിച്ചതിന് ശേഷം കോഡിൽ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ് കാണിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ കോഡിൽ എറേഴ്സ് ഒന്നുമില്ല, നിങ്ങളുടെ കോഡ് കറക്റ്റ് ആണെന്നുള്ളതാണ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് കൺഗ്രാജുലേഷൻസ് കഴിഞ്ഞ് നിങ്ങളുടെ കോഡിൽ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ സബ്മിറ്റ് യുവർ കോഡ്. ആരും കോഡ് സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. യു ക്യാൻ സബ്മിറ്റ് യുവർ കോഡ്. ആൻഡ് സബ്മിറ്റ് കോഡ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ആയെന്നുള്ളത് വരുള്ളൂ. നിങ്ങൾക്ക് സൈഡിൽ നോക്കുമ്പോൾ കാണാം പ്രിപ്പയർ ട്യൂട്ടോറിയൽസ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് കണ്ട് ക്ലിയർ ആക്കാവുന്നതാണ്. ആൻഡ് അങ്ങനെ ഡേ ബൈ ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ദിവസം ഓരോ കോഡിങ് വെച്ച് ചെയ്യാം. ഇല്ല നിങ്ങൾ ഫ്രീ ആണ്, കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 കോഡിങ് അറ്റംപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ വിഷിൽ ചെയ്യാൻ പറ്റും. ഡേ 0 ടു ഡേ 29 വരെ ടാസ്ക് ഉണ്ടാവും. നമുക്ക് ഈ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഡേ 30, അതായത് 30 ഡേയ്സ് ഓഫ് കോഡിങ് ചലഞ്ച് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആഫ്റ്റർ 15 ഡേയ്സ്, അതായത് 15 ഡേയ്സിലെ കോഡിങ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ടാസ്ക് ഡ്രോപ്പ് ബോക്സിൽ നമ്മൾ ടാസ്ക് ഡ്രോപ്പ് ചെയ്യണം. 15 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഡേ 15 വരെയുള്ള കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ആ സൈഡിൽ സോൾവ്ഡ് എന്ന് കാണിക്കുമല്ലോ, അത് നിങ്ങൾ ഡേ 15 അവിടെ എത്തുമ്പം സോൾവ്ഡ് എന്ന് കാണിക്കുമ്പോഴത്തേന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആൻഡ് ദെൻ ടാസ്ക് ഡ്രോപ്പ് ബോക്സിൽ പോയിട്ട് ഞാനിപ്പോൾ ഈ ടൈപ്പ് ചെയ്യുന്ന കോഡ് GE-30-days കോഡിങ് എന്നുള്ള കോഡ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തത് അവിടെ കൊടുക്കുക. നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ആ ഫയലും കൂടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ ടൈപ്പ് ചെയ്ത #ടാഗ് പേസ്റ്റ് ചെയ്യുക. ആൻഡ് ദെൻ യു ക്യാൻ ആഡ് ഓൺ ടു സം പ്രോംപ്റ്റ് ഇഫ് യു വിഷ്. പ്രോംപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് #ടാഗ് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫയൽ അപ്ലോഡ് ചെയ്യാം. ഇത് 15 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതുപോലെ 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും വെക്കണം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. I hope everyone understood this. And guys, level up to level 3. ഫോർ റെഫറൻസ് നമ്മൾ ലാസ്റ്റിൽ 2 ഫോട്ടോസ് അറ്റാച്ച് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോസ് നമ്മൾ ഫോർ റെഫറൻസ് അറ്റാച്ച് ചെയ്തതാണ്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഡേ 30 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഓക്കെ, സോ ബൈ.